അഞ്ജന സുകുമാരൻ കൂടി ചേരുന്നുണ്ട്. അഞ്ജന ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിക്കൊപ്പമാണുള്ളതെന്ന് ദൃശ്യം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അഞ്ജന, ആരാണ് ഒപ്പമുള്ളത്? അവിടെ എങ്ങനെയാണ്, അടിപൊളിയാണോ? ജനവിധി അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. ഇതാ ഒരു ഭാഗത്തെ പരസ്യപ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് BJP സ്ഥാനാർത്ഥിക്കൊപ്പമാണ്. CK സ്വപ്നയാണ്. കോർപ്പറേഷനിലെ 8ാം വാർഡ് മലാപ്പറമ്പിലെ സ്ഥാനാർത്ഥിയാണ് എന്നോടൊപ്പം ചേരുന്നത്. തുറന്നിട്ട ജീപ്പിൽ ഇതുപോലെ പരസ്യ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽക്ക് തന്നെ വലിയ ആവശ്യത്തിൽ പ്രചരണം ആരംഭിച്ചിരുന്നല്ലേ? കന്നി അംഗം കൂടിയാണ്. യെസ്, കന്നി ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. ഭയങ്കര പോസിറ്റീവായ, എന്തായാലും വിജയിക്കും. എങ്ങനെയാണ് ആൾക്കാരൊക്കെ, എങ്ങനെയാണ് എല്ലാ വോട്ടർമാരെയും അല്ലെങ്കിൽ വാർഡിലെ എല്ലാവരെയും കണ്ട് സംസാരിക്കാനൊക്കെ പറ്റിയിരുന്നു? എല്ലാ വീടുകളിലും പോയിട്ടുണ്ട്, ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല പോസിറ്റീവായ സ്വീകരണമാണ് വന്നത് ഇപ്രാവശ്യം. BJPയെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോ UDFന്റെ കയ്യിലിരിക്കുന്ന സീറ്റാണ് മലപ്പുറം എന്ന് പറയുന്നത്. അപ്പോൾ അത് തിരികെ എടുക്കാൻ അല്ലെങ്കിൽ അത് നേടാനായിട്ട് എത്രത്തോളം ആത്മവിശ്വാസത്തോടെയാണ് ആദ്യം മുതൽക്ക് ഈ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നത്? അതെ, ഫസ്റ്റ് ആദ്യം തന്നെ എന്തായാലും ജയിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടെ ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് BJP സ്ഥാനാർത്ഥി പങ്കുവയ്ക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പ്രതികരണമാണ് നമ്മൾ കേൾക്കുന്നത്. എല്ലാവരും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ ട്രെൻഡ് ഒന്നുമല്ല, കുറെ മാറി മറിയുന്നുണ്ട്. തദ്ദേശ ട്രെൻഡ് ഉൾപ്പെടെ മാറി മറിയുന്ന സാഹചര്യമൊക്കെ. എന്തായാലും എങ്ങനെയാണ് ആ വോട്ടുകൾ രേഖപ്പെടുത്തുക എന്നുള്ളത് റിസൾട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയുകയുള്ളൂ. തീരുമാനിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്, നമ്മൾ തീരുമാനിക്കുന്നത്. നമ്മുടെ വിധിയാണ്, ജനവിധിയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ആവേശ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഞ്ജനയിലേക്ക് തിരികെ എത്താം. നേരെ കാസർകോട്ടേക്കാണ്. സാരംഗ് സുരേഷ് കാസർകോട്ട് നിന്നുണ്ട്. സാരംഗ്, നേരത്തെ നമ്മൾ LDF അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. ഇനി മറ്റ് മുന്നണികളാണ് എത്തേണ്ടത്. എല്ലാവരും എത്തിയോ? സംഗമിക്കുന്ന കാഴ്ചയായോ? ഇതാ നോക്കൂ, എല്ലാ തരത്തിലും ആട്ടും മാട്ടവും ഒക്കെ ആയിട്ട് എല്ലാവരും അങ്ങനെ അടിച്ച് പൊളിക്കുകയാണ്. എല്ലാം നമുക്ക് കാണാം. ബാറ്റുമേളം കാണാം, ചെണ്ടമേളം കാണാം, നാദസ്വരം കാണാം, എല്ലാം ഉണ്ട്. എല്ലാ തരത്തിലും അങ്ങനെ ആഘോഷിക്കുകയാണ്. അതിനിടയിൽ കബഡിയാട്ടം കാണാം. അങ്ങനെ എല്ലാം ഉണ്ട്. എല്ലാ തരത്തിലും കളർഫുള്ളാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ പറയും, കളർഫുള്ളാണ് കാഴ്ചകൾ. എല്ലാ മുന്നണികളും അവരുടെ ശക്തി തെളിയിക്കുന്നതിനൊപ്പം അവരെ വലിയ ആഘോഷത്തോടു കൂടിയാണ് ഈ കൊട്ടിക്കയറിക്കൊണ്ടിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെ കൊട്ടിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി ഒരു ദിവസമാണ് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ദിവസം എന്ന് പറയും. നാളെ നിശബ്ദ പ്രചാരണമാണ്. ഇന്ന് പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി കുറച്ച് ഒരു മണിക്കൂർ സമയം മാത്രമാണ് മുൻപിലുള്ളത്. ആ ഒരു മണിക്കൂറിൽ സർവ്വശക്തിയും തങ്ങളുടെ സർവ്വ ഊർജവും ഒക്കെ ആളുകളെ, അണികളെ, മറ്റു വോട്ടർമാരെയും ഒക്കെ കാണിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച, ജനാധിപത്യത്തിന്റെ ഉത്സവം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആ ഉത്സവം യഥാർത്ഥത്തിൽ ഈ കൊട്ടിക്കലാശം തന്നെയാണ്. അത്രയും കളറായി നമ്മൾ കാണുകയാണ്. അതിലെല്ലാ പ്രായത്തിലുള്ള ആളുകളും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ശക്തി തെളിയിക്കുന്ന, ശക്തി പ്രകടിപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ ഈ 7 ജില്ലകളിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫെലിക്സ് ഉണ്ട് കണ്ണൂരിൽ നിന്നും. ഫെലിക്സ്, കണ്ണൂരിലും നേരത്തെ നമ്മൾ LDF മാത്രമാണ് കണ്ടിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ BJPയും ഒപ്പം തന്നെ കോൺഗ്രസും ഒക്കെ എത്തി തുടങ്ങിയോ? UDFും NDA ഒക്കെ എത്തിയോ? പ്രത്യേകിച്ചും കണ്ണൂർ ആയതുകൊണ്ട് തന്നെ ഒരേ സ്ഥലത്ത് എല്ലാവർക്കും കൊട്ടിക്കലാശത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടില്ല. 3 മുന്നണികൾക്കും 3 ഇടങ്ങളിലാണ്. അപ്പോൾ ഈ തെക്കി ബസാറിലാണ് ഇവിടെ ഇപ്പോൾ LDFന് തെരഞ്ഞെടുപ്പ് പ്രചാരണം, അതിൻ്റെ കൊട്ടിക്കലാശത്തിന് സ്ഥലം നൽകിയിട്ടുള്ളത്. അവിടെയാണ് നമ്മളുള്ളത്. UDFനെ സംബന്ധിച്ചിടത്തോളം UDFന് കണ്ണൂർ സിറ്റി പ്രദേശത്താണ് കൊട്ടിക്കലാശത്തിന് സൗകര്യം. ഒപ്പം തന്നെ NDA മുന്നണിക്ക് ഈ പ്രഭാത് ജംഗ്ഷനിൽ നിന്നാണ് അവരുടെ റാലി ആരംഭിക്കുന്നത്. അങ്ങനെ പല 3 മുന്നണികൾക്കും 3 ഇടങ്ങളിലായാണ് പ്രത്യേകിച്ച് കണ്ണൂർ ആയതുകൊണ്ട് തന്നെ സ്ഥലം അനുവദിച്ചിട്ടുള്ളത്. എന്നാലും LDF കണ്ണൂർ കോർപ്പറേഷൻ തിരിച്ചു പിടിക്കും എന്ന വലിയ ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് കേരളത്തിലെ ബാക്കിയുള്ള 5 കോർപ്പറേഷനുകളും LDFനൊപ്പം ആണെങ്കിൽ കണ്ണൂർ മാത്രമാണ് UDFനൊപ്പം ഉള്ളത്. അത് തിരിച്ചു പിടിക്കുമെന്ന്
LDF അവകാശപ്പെടുന്നു. പക്ഷേ അതിശക്തമായ പോരാട്ടമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലായിടങ്ങളിലും നടക്കുന്നത്. കണ്ണൂർ നഗരത്തിൽ മാത്രമല്ല, ഗ്രാമമേഖലകളിലൊക്കെ ചെന്നാൽ വലിയ ആവേശത്തോടു കൂടിയുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നടക്കുന്നത്. ഫെലിക്സ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോർപ്പറേഷനുകളുടെ കാര്യം നോക്കുമ്പോൾ ബാക്കി കോർപ്പറേഷനുകളൊക്കെ LDFന്റെ പക്കലാണെങ്കിൽ പോലും കണ്ണൂരിൽ സാധാരണഗതിയിൽ LDFന് ഏറ്റവും ശക്തി ഉണ്ടെന്ന് പറയുന്നത് കണ്ണൂരാണെങ്കിൽ പോലും കണ്ണൂർ കോർപ്പറേഷൻ LDFന്റെ കയ്യിലല്ല. അപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുമെന്നുള്ളതാണ് അവർ പറയുന്ന കാര്യം. LDFന്റെ കോട്ടയിൽ അല്ലെങ്കിൽ LDFന്റെ ശക്തി പ്രകടനം നടക്കുന്നിടത്താണ് ഫെലിക്സ് ഉള്ളത്. നമുക്ക് തൃശ്ശൂരിലേക്ക് പോകാം. തൃശ്ശൂരിൽ നിന്നും MS ലിഷോയ് ചേരുകയാണ്. തൃശ്ശൂരിലാണ് ഇതിൽ ഏറ്റവും കുറെ നല്ല, അതായത് കുറച്ച് വേറിട്ട കാഴ്ചകൾ കൂടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. അവിടെ പുലികളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നേരത്തെ സ്ഥാനാർത്ഥികളുടെ ചിത്രമൊക്കെ ദേഹത്ത് വരച്ചുകൊണ്ടുള്ള പുലികൾ ഉൾപ്പെടെ ഇറങ്ങിക്കൊണ്ട് അങ്ങനെ വലിയ ആഘോഷത്തോടു കൂടിയാണ് ഇവർ കൊട്ടിക്കലാശത്തെ കൊണ്ടാടുന്നത്. ലിഷോയ് എവിടെയാണ് ഇപ്പോൾ? റൗണ്ടിലാണോ, സ്വരാജ് റൗണ്ടിലാണോ ലിഷോയ് ഉള്ളത്? എവിടെയാണ് തൃശ്ശൂരിൽ ഈ കൊട്ടിക്കലാശമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്? അക്ഷയ, തൃശ്ശൂരിൽ പലയിടങ്ങളിലായി കൊട്ടിക്കലാശം നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ കോർപ്പറേഷൻ പരിധിയിലുള്ള കൊട്ടിക്കലാശം നടക്കുന്ന പ്രധാനപ്പെട്ട ഇടത്താണ്. അത് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ തെക്കേ ഗോപുരനടയോട് ചേർന്നുള്ള സ്ഥലത്താണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. വളരെയേറെ വർണ്ണാഭമായ കാഴ്ചകൾ തന്നെയാണ്. ഒരു പൂരത്തിൻ്റെയും ഉത്സവത്തിൻ്റെയും ഒക്കെ തന്നെ പരിധി തന്നെയാണ് ഈ ഒരു കൊട്ടിക്കലാശത്തിൻ്റെ ഭാഗമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുക്കിയിട്ടുള്ളത്. ദൃശ്യങ്ങൾ കാണാം. പൂക്കാവടികളും അതുപോലെ തന്നെ ചെണ്ടമേളവും നേരത്തെ പുലിക്കളിയും ഒക്കെ തന്നെ നമ്മൾ കണ്ടു. അങ്ങനെ എല്ലാ തരത്തിലുള്ള വൈവിധ്യങ്ങൾ കൊണ്ടുവന്ന് കൊട്ടിക്കലാശം അങ്ങ് ഉഷാറാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് എല്ലാ പാർട്ടിക്കാരും ഇവിടെ ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ പോരാട്ടം തന്നെയാണ് തൃശ്ശൂർ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ നടക്കുന്നത്. അതായത് നേരത്തെ LDF ആണ് 10 വർഷമായി ഇപ്പോൾ തുടർച്ചയായി 2 ടേമായി വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തവണ അത് ശക്തമായ ഒരു പോരാട്ടത്തിലൂടെ പിടിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലാണ് UDF ഉള്ളത്. അതേസമയം തന്നെ BJPക്ക് കേരളത്തിൽ ഒരേ ഒരു ലോക്സഭാ സീറ്റ് ലഭിച്ച തൃശ്ശൂരാണ്. ആ തൃശ്ശൂരിൽ ഇത്തരത്തിൽ സുരേഷ് ഗോപിയുടെ ഒരു വിജയം അത് വലിയ തോതിൽ BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഒരു നിലപാട് തന്നെയാണ് BJPക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ് എല്ലാ മുന്നണികളും. 3 ഇടങ്ങളിലായാണ് ഈ ഇത്തരത്തിൽ കൊട്ടിക്കലാശത്തിനായി സ്ഥലം നൽകിയിരിക്കുന്നത്. അതായത് സ്വരാജ് റൗണ്ടിൻ്റെ പടിഞ്ഞാറ് വശം അത് BJPക്കും അതുപോലെ തന്നെ കിഴക്കേ വശം കോൺഗ്രസിനും അതായത് UDFനും അതുപോലെ തന്നെ മുനിസിപ്പൽ ഓഫീസിന് മുൻവശത്തായി അത് LDFനുമായാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെ വിവിധ ഇടങ്ങളിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സംഘർഷമൊന്നും തന്നെ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി കൃത്യമായി പോലീസിൻ്റെ ബാരിക്കേഡുകൾ വെച്ച് അവയെല്ലാം തന്നെ വേർതിരിച്ചിട്ടുമുണ്ട്. ആകെ ജില്ലയിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 86 പഞ്ചായത്തുകളുണ്ട്. അതിൽ 64 LDFന്റെ പക്കലാണ് നിലവിലുള്ളത്. 21 പഞ്ചായത്തുകളിലാണ് UDF ഭരണം ഇപ്പോൾ നടത്തുന്നത്. ഒരിടത്ത് തൃശ്ശൂർ പാലിശ്ശേരിയിൽ മാത്രമാണ് BJPക്ക് ഭരണമുള്ളത്. ആകെ 7 നഗരസഭകളിൽ 5 LDFും 2 UDFുമാണ്. അതുപോലെ തന്നെ ഈ കോർപ്പറേഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ MK വർഗീസ് എന്ന ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച സ്വതന്ത്രനായ MK വർഗീസിനെ കൂട്ടുപിടിച്ചുകൊണ്ട് LDF 5 വർഷമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോർപ്പറേഷനിൽ തുല്യശക്തികളായാണ് LDFും UDFും ഇത്രയും നിലനിന്നിരുന്നത്. എന്തായാലും ഇത്തവണ അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു ഉറച്ച ഒരു നിലപാട് തന്നെയാണ് എല്ലാ പാർട്ടികൾക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പോരാട്ടം തന്നെയാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചും ഉള്ളത്. ഇടങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ കോർപ്പറേഷൻ പരിധി എന്നതിൽ ഒരു സംശയവുമില്ല. ലിഷോയ് സൂചിപ്പിച്ച പോലെ തന്നെ BJPക്ക് ആദ്യമായിട്ട് ലോക്സഭാ സീറ്റ് കിട്ടുന്ന തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം തൃശ്ശൂർ കോർപ്പറേഷനിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെ പറയുന്ന തരത്തിൽ വലിയ ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്ന ഇടമാണ് തൃശ്ശൂർ. എന്തായാലും ലിഷോയ് സൂചിപ്പിച്ച പോലെ ഒരു പൂരം പോലെ, ഒരു പൂരത്തിന്റെ കാഴ്ചകൾ പോലെയാണ് തൃശ്ശൂരിൽ ആ കൊട്ടിക്കലാശം നടക്കുന്നത്. എല്ലായിടത്തും അങ്ങനെയാണ്, ഒരു പൂരം പോലെ. നമ്മൾ തെരഞ്ഞെടുപ്പ് പൂരം എന്നാണ് വിശേഷിപ്പിക്കുക. തെരഞ്ഞെടുപ്പ് പൂരത്തിന്റെ കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.